നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. ലോക ജലദിനത്തിൽ കുടിവെള്ളം ജീവജലം എന്ന പുസ്തക പ്രകാശനവും അവാർഡ് വിതരണവും നടത്തി. വോട്ട് ഈ മാസം 15 വരെ അപേക്ഷിച്ചവർക്ക് മാത്രം. ബിഷപ്പ് ഡോക്ടർ പ്രിൻസൻ ബെൻ അഭിഷിക്തനായി. UV വികിരണ നിരക്ക് ഉയരുന്നു. 8ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ട്. പ്രിയദർശന്റെ 100ാം സിനിമയിൽ നായകൻ മോഹൻലാൽ. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് കറ്റാലിയെ പുറത്താക്കും. 4ാം T20 ദക്ഷിണാഫ്രിക്കയ്ക്ക് 19 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ലോക ജലദിനത്തിൽ കുടിവെള്ളം ജീവജലം എന്ന പുസ്തക പ്രകാശനവും അവാർഡ് വിതരണവും നടത്തി. കേരള പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവിന്റെ 15ാമത് വാർഷികവും മീഡിയ വിഭാഗമായ മൺഡേ വിഷൻ ന്യൂസ് ചാനലിന്റെ സംയുക്ത വാർഷികവും ലോക ജലദിനമായ മാർച്ച് 22-ന് നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സെക്രട്ടറിയും രചന പബ്ലിക്കേഷൻ ചെയർമാനുമായ കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മീഡിയ വിഭാഗത്തിന്റെ 3ാമത് വാർഷികം ഡോക്ടർ എബ്രഹാം കരിക്കം നിർവഹിച്ചു. കേരള പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുരാക്കാർ അധ്യക്ഷത വഹിച്ചു. പുസ്തക പ്രകാശനവും ലോക ജലദിനാചരണവും ഡോക്ടർ റോയി കുഞ്ഞപ്പി നിർവഹിച്ചു. യോഗത്തിൽ വെച്ച് അഞ്ചൽ പാറക്കാട്ട് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ അരവിന്ദ്, അരീക്കൻ ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്മിത് കുമാർ, ജീവകാരുണ്യ പ്രവർത്തകൻ അലക്സ് മാമ്പുഴ എന്നിവർക്ക് 2025-ലെ പാലിയേറ്റീവ് അവാർഡുകൾ നൽകി. സമ്മേളനത്തിൽ വെച്ച് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനിത ഗോപൻ, രാഷ്ട്രപതിയിൽ പോലീസ് മെഡൽ നേടിയ DYSP M ജോസ് എന്നിവർക്ക് അവാർഡ് നൽകി ആദരിച്ചു. സമ്മേളനത്തിൽ നീലേശ്വരം സദാശിവൻ, മാതാ ഗുരുപ്രിയ, ഡോക്ടർ സുനിൽ കുമാർ, കുഞ്ഞച്ചൻ പരുത്തിയറ, അശോക് കുമാർ, ഡോക്ടർ ശശികുമാർ, ഡോക്ടർ ബാലൻ നായർ, അഡ്വക്കേറ്റ് സാജൻ, ഡോക്ടർ വെള്ളിമൻ നെൽസൺ, സാബു നെല്ലിക്കുന്നം, സജി ചേരൂർ എന്നിവർ പ്രസംഗിച്ചു. റെഞ്ചി മൈലം പാലിയേറ്റീവ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സാം കുരാക്കാർ, വൈഷ്ണവി, തങ്കച്ചൻ അഞ്ജനം, ജോർജ് കെ എന്നിവരുടെ ഗാനസദ്യയും നടത്തി. ലോക സമാധാന പ്രമേയം, ജലപ്രതിജ്ഞ എന്നിവരുടെ കരീപ്ര രാജേന്ദ്രൻ, ഡോക്ടർ റോയി കുഞ്ഞപ്പി എന്നിവർ ചൊല്ലിക്കൊടുത്തു. വോട്ട് ഈ മാസം 15 വരെ അപേക്ഷിച്ചവർക്ക് മാത്രം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ച വലിയൊരു വിഭാഗത്തിന് വോട്ട് ചെയ്യാനാകില്ല. ഈ മാസം 15 വരെ അപേക്ഷിച്ചവരുടെ പേരുകൾ മാത്രമാകും സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുക. ഇന്ന് വരെ പട്ടികയിൽ പേര് ചേർക്കാമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ 15-ന് ശേഷം ലഭിച്ച അപേക്ഷകളിൽ നടപടികൾ നിർത്തിവെച്ചതായി വോട്ടർമാരും ചില രാഷ്ട്രീയ കക്ഷികളും പരാതിപ്പെട്ടു. അപേക്ഷകളിലെ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 10 ദിവസം വരെ വേണമെന്നതിനാലാണ് ഇതെന്ന് CEO ഡോക്ടർ രത്തൻ യു കേൽക്കർ വിശദീകരിച്ചു. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ഇന്ന് വരെ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാമെങ്കിലും 15 വരെ ലഭിച്ച അപേക്ഷകളിലാകും നടപടി സ്വീകരിച്ച് സപ്ലിമെൻ്ററി പട്ടികയിൽ ഉൾപ്പെടുത്തുക. മറ്റു അപേക്ഷകളിലെ നടപടി തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷമായിരിക്കുമെന്ന് CEO പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ പ്രിൻസൻ ബെൻ അഭിഷിക്തനായി. പ്രാർത്ഥനാനിർഭരമായ ചടങ്ങിൽ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ 7ാമത്തെ ബിഷപ്പായി ഡോക്ടർ പ്രിൻസൻ ബെൻ അഭിഷിക്തനായി. സഭാ നേതൃത്വം ഒന്നടങ്കം അണിനിരന്ന സ്ഥാനാരോഹണ ചടങ്ങിന് ആയിരക്കണക്കിന് വിശ്വാസികൾ സാക്ഷികളായി. തിരുവനന്തപുരം CSI കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് സഭാ മോഡറേറ്റർ റവറൻഡ് ഡോക്ടർ റൂബൻ മാർക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സഭയ്ക്ക് അർഹമായ പ്രാധാന്യവും പ്രാതിനിധ്യവും ലഭിക്കണമെന്ന് സ്ഥാനമേറ്റ ശേഷം ഡോക്ടർ പ്രിൻസൻ ബെൻ പറഞ്ഞു. തൊഴിൽ സംവരണത്തിനായുള്ള പോരാട്ടം തുടരണം. മികച്ച നേതൃത്വത്തിന് കീഴിൽ ഒന്നിക്കുമ്പോൾ അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ആരാധനയ്ക്കും ആധ്യാത്മികതയ്ക്കും ഒപ്പം സഭാസമൂഹത്തിന്റെ ഉന്നമനത്തിനായി എല്ലാവരും ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ധർമ്മരാജ് റസലം വിരമിച്ച ഒഴിവിലാണ് ഡോക്ടർ പ്രിൻസൻ നിയമിതനായത്. ഫെബ്രുവരി 14-ന് നടന്ന വോട്ടെടുപ്പിൽ ബിഷപ്പ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ നിന്നാണ് സഭാ സിനഡ് അദ്ദേഹത്തെ നിയമിച്ചത്. ദക്ഷിണ കേരള മഹാ ഇടവക വൈസ് ചെയർമാനായി സേവനമനുഷ്ഠിക്കവെയാണ് ബിഷപ്പായുള്ള നിയമനം. ബിഷപ്പ് തിരഞ്ഞെടുപ്പിൻ്റെയും നിയമനത്തിൻ്റെയും രേഖ സിനഡ് ജനറൽ സെക്രട്ടറി ചടങ്ങിൽ വായിച്ചു. അഭിഷിക്തനായ ബിഷപ്പിന് മോഡറേറ്റർ ബൈബിളും അംശവടിയും സമ്മാനിച്ചു. കുരിശ്, എപ്പിസ്കോപ്പൽ മോതിരം, സഭാ ഭരണഘടന എന്നിവയും നൽകി. പിന്നാലെ ബിഷപ്പുമാർ ഒപ്പിട്ട അധികാര സർട്ടിഫിക്കറ്റ് കൈമാറി.
പ്രിയദർശൻ്റെ 100ാം സിനിമയിൽ നായകൻ മോഹൻലാൽ. 1ാം സിനിമയിലെ നായകൻ തന്നെ 100ാം സിനിമയിലെയും നായകൻ. ലോക സിനിമയിൽ തന്നെ ചരിത്രം കുറിക്കാനൊരുങ്ങുകയാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തു വരാനൊരുങ്ങുന്ന ചിത്രം. 100ാമത്തെ സിനിമ നമ്മൾ ഒന്നിച്ചു ചെയ്യുന്നു. ആദ്യത്തെ സിനിമയിലെ നായകൻ തന്നെ 100ാമത്തെ സിനിമയിലും അഭിനയിക്കുന്നു എന്നത് ലോക സിനിമാ ചരിത്രത്തിൽ തിരുത്തിയെഴുതപ്പെടാത്ത റെക്കോർഡായിരിക്കും എന്ന് സിനിമ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ പ്രിയദർശൻ പറഞ്ഞു. ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്ന വീഡിയോയിലുണ്ട്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. വൈകാതെ ഷൂട്ടിംഗ് ആരംഭിക്കും. പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്ന ആദ്യ പ്രിയദർശൻ ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ. ഇരുവരും ഒന്നിച്ച ബോയിങ് ബോയിങ്, ചിത്രം, താളവട്ടം, വെള്ളാനകളുടെ നാട്, മിഥുനം, കാക്കക്കുയിൽ, കിലുക്കം, വന്ദനം തുടങ്ങിയവയെല്ലാം മലയാളികളുടെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ദാവീദ് കറ്റാലയെ പുറത്താക്കും. സൂപ്പർ കപ്പിലും ISLലുമായി വെറും 9 മത്സരങ്ങളിൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച സ്പാനിഷ് കോച്ച് ദാവീദ് കറ്റാല പുറത്തേക്ക്. ISLലെ ദയനീയ പ്രകടനമാണ് കറ്റാലയുടെ വിധിയെഴുതിയത്. സീസണിൽ 7 മത്സരങ്ങൾ കൂടി ബാക്കിയിരിക്കെയാണ് കറ്റാലയുടെ മടക്കം. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനത്തിൻ്റെ പേരിൽ അപമാനിതനായി പാതി വഴിയിൽ പുറത്താക്കപ്പെട്ട സ്വീഡിഷ് കോച്ച് വിഗേൽ സ്റ്റാറയുടെ പിൻഗാമിയായി എത്തിയ കറ്റാലയ്ക്കും അതേ വിധി. 4ാം T20 ദക്ഷിണാഫ്രിക്കയ്ക്ക് 10 റൺസ് ജയം. ന്യൂസിലൻഡിനെതിരായ 5 മത്സര T20 പരമ്പരയിലെ 4ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 19 റൺസ് ജയം. ഇതോടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിന് ഒപ്പമെത്തി. മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലൻഡ് 18.5 ഓവറിൽ 145 ഓൾ ഔട്ടായി. അർദ്ധ സെഞ്ചുറി നേടിയ ദക്ഷിണാഫ്രിക്കൻ താരം കോനർ ഈസ്റ്റർഹൂയ്സനാണ് പന്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച്. 25-നാണ് പരമ്പരയിലെ അവസാന മത്സരം. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.